നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. അന്തരിച്ച സിനിമാ നടൻ മുരളിയുടെ 15ാമത് ചരമ വാർഷിക ദിനമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ അകയമായ ആശ്വാസവചനം നൽകും. മറ്റൊന്ന്, ചൈന ഉൾപ്പെടെ ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന, അതായത് നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ ചൈന ഭായി എന്ന് പറഞ്ഞ കാലത്ത്, അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അവസരം കാലുവാരിയതെങ്കിലും ചൈന ഉൾപ്പെടെ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു, അയൽവക്കാർ. ഇന്ന് ചൈന ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും, നേപ്പാൾ, ബർമ്മ, ശ്രീലങ്ക, പാകിസ്ഥാൻ പിന്നാണ് അങ്ങനെ ആക്കിയിരിക്കുകയാണല്ലോ. പാകിസ്ഥാൻ ഇപ്പോഴത്തെ മാലിയൊക്കെ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പോലും ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു ഇന്ത്യയിൽ അഭയം തേടി ഇന്ത്യക്ക് ലണ്ടനിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അവിടെ പെട്ടെന്ന് പോകാൻ പറ്റുമോ അറിയില്ല, അങ്ങനെ നിൽക്കുന്നു. ഇന്ത്യയിലാണെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പൗരത്വം കൊടുക്കാനും പറ്റില്ല, അങ്ങനെ നിൽക്കുന്നു കാര്യങ്ങൾ. പക്ഷെ അപ്പം നമ്മുടെ വിദേശ നയത്തിലും നമ്മുടെ സ്വദേശ നയത്തിലും എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ട് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അയൽവക്ക രാജ്യങ്ങളൊക്കെ സുഹൃത്ത് ഇപ്പോൾ ചൈന എന്താ, എല്ലാ അയൽവക്ക രാജ്യങ്ങളും അവർ കയ്യിലെടുത്ത് വിലക്കെടുത്തു, പണം കൊടുത്തു, മറ്റു പ്രലോഭനം കൂടി. ഇവരെല്ലാം നമ്മുടെ കൂടെ ആയിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോൾ അവരെല്ലാം നമുക്കെതിരെ ആണ് നിൽക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, കാരണം ഷെയ്ഖ് ഹസീന മാറി മറ്റേ വന്നാലും ഒരു പക്ഷേ ഇന്ത്യയോട് അങ്ങനെ എതിർക്കാൻ സാധ്യത കുറവാണ്. കാരണം രണ്ടു കൂട്ടർക്കും ഒന്നിനൊന്ന് പൂരിതമായതുകൊണ്ട് സ്നേഹത്തിൽ നിൽക്കും. എങ്കിലും അവിടെ ചില വിമതന്മാരൊക്കെ ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ട്. അവർ പക്ഷേ ഇന്ത്യ വിരുദ്ധത കൂടി ആയിരിക്കും ചിലപ്പോൾ, എങ്കിലും സമാധാനിക്കാം. പക്ഷേ ഏതായാലും നമ്മുടെ വിദേശ നയത്തിലും സ്വദേശ പ്രവൃത്തിയിലും എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ട് എന്ന് വ്യക്തമായ തെളിവാണ്. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് നേരത്തെ പറയേണ്ടതാണ്. അതായത് ഇപ്പോൾ DMK മുഖ്യമന്ത്രി സ്റ്റാലിനെ മോശമായി സംസാരിച്ച പേരിൽ നാട് കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരിക്കുന്ന കക്ഷി നേതാക്കളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയൊക്കെ വിമർശിക്കാൻ പാടില്ലേ? വിമർശിച്ചാൽ മാത്രമേ ജനാധിപത്യത്തിലെ പ്രതിപക്ഷ ബഹുമാനം അല്ലെങ്കിൽ പ്രതിപക്ഷ തത്വം പാലിക്കുള്ളൂ. പ്രതിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യത്തിന് സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ ജനാധിപത്യം എവിടെ സ്ഥാനം? അത് തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ പോലും ചില ഭരണകക്ഷി നേതാക്കളൊക്കെ വിമർശനത്തിൻ്റെ പേരിൽ പലരും ജയിലിൽ കിടപ്പുണ്ട്, പലരും കേസുണ്ട്. അതൊരു ജനാധിപത്യ രാജ്യത്തിൽ മാന്യതയാണോ എന്ന് ഈ ഭരണകക്ഷി നേതാക്കൾ ചിന്തിക്കേണ്ടതാണ്. അത് ആമുഖമായിട്ട് പറഞ്ഞു മാത്രമേ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ വിദേശ നയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ മറ്റൊന്നാണ്, ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ എന്ന് പറയുന്ന, ഇസ്രായേൽ ചാരസംഘം എന്ന് പറയുന്ന അതൊരു ഇന്ത്യൻ പൗരനാണ്, അജിത് മേഘലാണെന്നൊക്കെ പറയുന്നുണ്ട്. അമിത് മേഘല പറ്റോ, ഇന്ത്യക്കാരായാലും പിന്നീട് ഇസ്രായേൽ പൗരത്വം സ്വീകരിച്ച് അദ്ദേഹം ഈ ചാരസംഘയുടെ ആളാണ്, അവരാണ് കൊട്ടേഷൻ കൊടുത്തിരുന്നത്, അവരാണ് കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട്, തുർക്കി പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇറാനും ഇസ്രായേലും ദീർഘമായ യുദ്ധത്തിന് സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സൗദി അറേബ്യയും ഇറാനും ഏതാണ്ട് ചെറിയ ധാരണ, അത് മുമ്പ് എതിരായിരുന്നു. ആ ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഇറാനെ കുറിച്ച് സൗദിക്കൊരു ഭയമുണ്ട്. എപ്പോഴാണ് ഇറാൻ സൗദിയെ ആക്രമിക്കുന്നത് പറയാൻ പറ്റില്ല. ഒരിക്കൽ അവിടെ മക്കത്തുകൊണ്ട് അവർ ചില പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണല്ലോ, കുറേ ആൾക്കാർ മരിച്ചൊക്കെയാണല്ലോ. അപ്പോൾ ഹൂതി നയിക്കുന്ന യമനിൽ നിന്നും സൗദിക്ക് ഭീഷണിയുണ്ട്. അപ്പോൾ ഈ ഭീഷണി നിലനിൽക്കുമ്പോൾ സൗദി ഒന്നും 100% ഇറാനെ യുദ്ധത്തോട് സപ്പോർട്ട് ചെയ്യുകയോ ഇറാന് ജയിച്ചു വരണമെന്ന ആഗ്രഹം ഉണ്ടാവില്ല. അതൊരു മനഃശാസ്ത്രമാണ്. ഇപ്പോഴത്തെ പാവപ്പെട്ട ജനങ്ങൾ എന്ത് വിചാരിക്കും, സൗദി ഇപ്പോൾ ഇറാനും കൂടി ഇപ്പോൾ തകർക്കും ഇസ്രായേലിനെ, ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. തന്നെയുമല്ല, ഇവിടെയെല്ലാം അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേലിൻ്റെ ചാരസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
അവർക്ക് ചാരസംഘടനയെക്കുറിച്ച് മൊസാദിനെ കുറിച്ച് ഒരു തുടർ ലേഖനം ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞത് അവർ ഒരു രാജ്യത്ത് ചെന്ന് അവിടെ ചാരപ്പം നടത്തണമെങ്കിൽ എത്ര സന്നാഹമാണ് അവിടെ ചെന്ന് കല്യാണം കഴിക്കുമ്പോഴേക്കും മതം മാറും അങ്ങോട്ട് അങ്ങനെ കൂടെ നിന്നാണ് ഇതൊക്കെ രഹസ്യം ചോർത്തത്. അങ്ങനെ ഒരു സന്നാഹമാണ്. കാരണം തീയിൽ ജനിച്ച് വെയിലത്ത് വാടില്ലെന്ന് പറയുമ്പോൾ ഇസ്രായേൽ സംബന്ധിച്ച് അവരുടെ സൃഷ്ടി തന്നെ സംശയമാണ്. അതുകൊണ്ട് ആ രാജ്യത്തെ നിലനിൽപ്പ് തന്നെ സംശയമായതുകൊണ്ട് അവർ കുറച്ചുകൂടി വെൽ എക്യുപ്ഡാണ്, അല്ലെങ്കിൽ ബോധേഡാണ്, കൂടുതൽ ബോധവാന്മാരാണ്. അപ്പോൾ അത് ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും അതിൻ്റെ മറ്റൊരു മുഖമാണല്ലോ പലസ്തീൻ. ഒരു ചെറിയ 40 കിലോമീറ്റർ നീളവും 10-12 കിലോമീറ്റർ വീതിയുള്ള ഒരു തുരുത്താണ്. ഇവിടെ എറണാകുളം ജില്ലയുടെ എത്ര പോലും ഇല്ല. എറണാകുളം ജില്ലയിൽ എത്രയുണ്ട്? 100 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഈ സംഘം അവർ നിലനിൽപ്പിന് പ്രശ്നമായതുകൊണ്ട് അവർക്കത് വിഷയമല്ല. ത്യാഗം സഹിച്ച് ത്യാഗത്തിലൂടെ വന്ന് പിന്നെ ഇന്നത്തെ പല നേതാക്കളും എവിടെയാണ് അവിടെ ഇതുണ്ടല്ലോ ക്യാമ്പിൽ നിന്ന് വളർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. അതന്നെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, മാനുഷിക പരിഗണന വച്ച്. അതെന്നറിയൂ, ഈ TJ മോഹൻദാസും ഇന്നിപ്പോൾ തോമസ് എന്നൊരാൾ വിദേശകാര്യ ലേഖനൊക്കെയാണെന്ന് പറഞ്ഞൊരു ചർച്ച നടത്തി ABC ചാനൽ. അവർക്ക് ആ മുഖഭാവവും സംസാര രീതിയും ഇസ്രായേലിന് വേണ്ടി വാദിക്കുമ്പോൾ ഇസ്രായേലിന് വാദിച്ചൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. പലസ്തീൻ എന്ന രാജ്യം ഉണ്ടായതല്ലേ, ആ രാജ്യത്ത് നിലനിൽപ്പ് വർഷങ്ങളായിട്ട് ഇസ്രായേൽ അനുകൂലിക്കുന്നില്ലെന്ന് മാത്രമല്ല പല പല കാലം കൂടെ അത് നശിപ്പിച്ച് കുറഞ്ഞു വരാണ്. അവിടെ ആയിരക്കണക്കിന് 10,000 ആൾക്കാരെ കരുതിക്കുട്ടി കൊല്ലാൻ വേണ്ടി മാത്രം. അത് വംശഹത്യ പറയുന്നത് മോഹൻദാസെ ഒന്ന് കേട്ടോളൂ. വംശഹത്യ പറയുന്നത് അല്ല, നമ്മുടെ ജാതി വന്ന് നോക്കില്ല, വംശമാണെങ്കിൽ കൊന്നുകളയണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഇസ്രായേലിനെ നിങ്ങൾ ഇത്ര കണ്ട് പഞ്ചാര വാക്ക് പറഞ്ഞ ആ മുഖഭാവം കാണുമ്പോഴേ ഞങ്ങൾക്ക് മനുഷ്യരല്ലേ, ഞങ്ങൾ നിങ്ങളുടെ മനഃശാസ്ത്രം അറിയില്ലേ? ഞങ്ങൾ മനഃശാസ്ത്രം അറിയാമല്ലോ. നിങ്ങൾ ഇസ്രായേലിന് വായിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സത്യത്തിൻ്റെ ഒരു അംശം കാണണ്ടേ? നിങ്ങൾ വയനാട് ദുഃഖം ഉണ്ടായപ്പോഴേ അപ്പോഴും നിങ്ങൾ എന്ത് അട്ടഹാസാർന്നു, ചിരിച്ച് മയങ്ങുന്നത്. ഇത് വയനാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് ജനലക്ഷങ്ങൾ അയാൾ കഷ്ടപ്പെടുമ്പോൾ അതിനുവേണ്ടി ജീവനും മുലപ്പാൽ വരെയും കൊടുക്കാൻ ചില സ്ത്രീകൾ തയ്യാറായി വന്ന സമയത്ത് നിങ്ങൾ ചിരിച്ച് മറിഞ്ഞു പോയിക്കാണ്. എന്തെടോ മോഹൻദാസേ, നിങ്ങൾക്ക് മനുഷ്യത്വം മരവിച്ചു പോയി. എന്നാൽ നിങ്ങൾക്ക് നന്നാകുക. എത്ര ദാർഢ്യമായിട്ടും എത്ര ഗോഷ്ഠിയിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്ത് കുഴപ്പം നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഞാൻ നോക്കട്ടെ, ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിൽ കയറിയത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇസ്രായേലിന് അതിൻ്റെ ഒരു മനഃശാസ്ത്രം പറഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ സപ്പോർട്ട് കൂടി അല്ലാതെ സാധാരണഗതിയിൽ ഇസ്രായേൽ കടക്കാൻ പറ്റില്ല. ഇത്രയും അകത്ത് കയറി ഇത്രയും സന്നാഹത്തോടെ ആളെ കൊല്ലാനും മറ്റേ ബന്ദികളെ പിടിച്ചെടുക്കാനും അവരുടെ കമ്പ്യൂട്ടർ സെൽ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. ഇത് ഇസ്രായേലിൻ്റെ കമ്പ്യൂട്ടർ സെൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന അത് ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു, വർക്ക് ചെയ്യാതെ. അങ്ങനെയാണ് ഇവർ കയറിയത്. അല്ലെങ്കിൽ ഈച്ച ഉറുമ്പ് കടുക് മണി പോലും ചെന്നാൽ കണ്ടുപിടിക്കാനുള്ള സന്നാഹമുള്ള ഇസ്രായേലിലേക്ക് ഇത്രയും കിലോമീറ്റർ അകത്തേക്ക് ഈ ചൂട്ട പൊട്ടാസുമായിട്ട് എങ്ങനെ കയറി? അതിനർത്ഥം അത് ഇസ്രായേൽ കരുതിക്കുട്ടി അവസ്ഥ ചെയ്തു കൊടുത്താണ് എന്നറിയോ? എങ്കിലാണ് അതിൻ്റെ ഒരു ഗോന്ദ്ര സംഭവം എടുക്കണം. മറ്റൊന്ന്, അമേരിക്ക 2 കെട്ടും തകർത്തില്ലേ? അമേരിക്ക 2 കെട്ടും തകർത്ത് അമേരിക്ക അറിയാതെയാണോ? ഇസ്രായേൽ അറിയാതെയാണോ? ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറയേ അമേരിക്ക അറിഞ്ഞിട്ടില്ല, ഇസ്രായേൽ അറിഞ്ഞിട്ടില്ല. എൻ്റെ ജയശങ്കർ നിങ്ങളോട് ചോദിക്കട്ടെ, 4000 ഇസ്രായേൽ ജോലിക്കാരോട് ഉണ്ടായിരുന്നു. 4,000 പീപ്പിൾസ്. അവർ 4000 അന്ന് ലീവ് എടുത്തേക്കായിരുന്നു. ഒരു അറിയിപ്പിൽ 4000 എടുക്കും, രണ്ടാളൊക്കെ എടുക്കും. അതുപോലെ സദ്ദാം ഹുസൈൻ ഇട്ടിരിക്കുന്ന ഡ്രോയറുടെ നിറം പോലും കണ്ടുപിടിക്കാൻ കഴിവുള്ള അമേരിക്കക്ക് ഈ സന്നാഹിട്ട് ഈ 2 പിള്ളേർ വന്നപ്പോഴേ അറിയാതിരിക്കുമോ? എങ്ങനെയാണെങ്കിൽ എന്തോട് 3ാമത്തെ വിമാനം വന്നപ്പോഴും അവിടെ തടഞ്ഞ് വെടിവെച്ചിട്ട് അത് പോകുന്നത് ആസ്ഥാനത്തേക്കാണ്, പ്രസിഡന്റ് സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാഖിലേക്കും കയറാനുള്ള അല്ലെങ്കിൽ സിറിയയിലേക്ക് കയറാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഫ്രാൻസിൻ്റെയും ആ പാശ്ചാത്യ വൻ ശക്തികളുടെ ശക്തമായി ഗൂഢാലോചനയുടെ ഫലമായിരുന്നു.
പക്ഷെ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമോ? നിങ്ങൾ വിശ്വസിക്കുമോ? അറിഞ്ഞില്ല എന്നാ. അല്ലെങ്കിൽ അതാണ് അവസ്ഥ. അതുപോലെ ഇസ്രായേൽ അറിയാതെ ഇത്രയും 10 കിലോമീറ്റർ അകത്തേക്ക് ഈ പൊട്ടാസായിട്ട് പോയി കയറാൻ പറ്റുമോ? അതിനർത്ഥം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സിമ്പതി കിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യാം. എവിടെയൊക്കെ അറ്റാക്ക് ചെയ്യാം? ലെബനോൺ, പിന്നെ പിന്നെ ഗസ മുൻപിലേക്ക്. അവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതൊന്നും വലിയ ചർച്ചയിൽ വരുന്നില്ല. അതെന്താ അറിയോ? അവിടെ നിന്ന് സൂയസ് കനാൽ പോലെ അതിനേക്കാൾ വലുതും പിന്നെ അതിനേക്കാൾ ഗുണപരമായ ഒരു കനാൽ ഇസ്രായേൽ രൂപം നൽകുന്നുണ്ട്. അപ്പോൾ സൂയസ് കനാൽ ഇല്ലാതെ ഇസ്രായേലിനോ മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇടപെടാം. അതിന് ഈ ഗസ ഇരിക്കുന്ന അതിൽ കൂടി കടന്നുകൊണ്ട് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അത് ശക്തമായിട്ട് അവിടെ ഒഴിപ്പിച്ചെടുക്കണം എന്നാണ് ഒരു റിപ്പോർട്ട്. എന്താ അത് ശരിയായിട്ട് എനിക്കറിയില്ല, ഞാൻ പറയാം. അപ്പം അങ്ങനെ ഒഴിപ്പിച്ചെടുക്കണമെങ്കിൽ അമേരിക്ക ഇറാഖിൽ കയറാൻ സംവിധാനം ഉണ്ടാക്കിയ പോലെ, അഫ്ഗാനിസ്ഥാനിൽ കയറാൻ സംവിധാനം ഉണ്ടാക്കിയതുപോലെ 2-3 വൻ ബിസിനസ് കത്തിച്ച് കളഞ്ഞാലും എത്ര കോടി പോയാൽ അതിനേക്കാൾ വലുത് നേടിയില്ലേ? അത് വലിയ സംഭവം നേട്ടം, അത് ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ കൂടി ഇതിന് പുറകിലില്ലേ എന്നൊരു കളിക്കണം. തന്നെയുമല്ല, ഇപ്പോൾ ചില വിദേശകാര്യ റിപ്പോർട്ടർമാർ പറയുന്ന പോലെ, ചില മനഃശാസ്ത്രജ്ഞർ പറയുന്ന പോലെ, ഈ വാസ്തവത്തിൽ ഈ ഗാസ നയിക്കുന്ന ആ സംഘടന അവർ ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണെന്നവരും പറയുന്നുണ്ട്. അതൊക്കെ അർത്ഥം മുള്ളിന് മുള്ളെടുക്കാതെ പോലെ ശത്രു മിത്താതെ പോലെ. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ് IS ഉണ്ടല്ലോ, സിറിയ ഇതുണ്ടാക്കുന്നവരല്ലോ, അവർ ഇസ്രായേൽ സൃഷ്ടിയാന്ന് പറഞ്ഞാൽ ഇവിടെ പലരും സമ്മതിക്കുമോ? അതിൽ നാളെ അബൂബക്കർ ഫത്തായി, അദ്ദേഹം ഒന്നാന്തര യഹൂദിയായിരുന്നു. അദ്ദേഹത്തെ അമേരിക്കയുടെ ആവശ്യം, ഇപ്പോൾ അമേരിക്കയുടെ പട്ടിയെ കൊടുന്ന് ഗുഹയിൽ പിടിച്ച് അടിച്ചു കയറി കൊന്നില്ലേ? കാരണം ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ എവിടെ പ്രശ്നം ഉണ്ടായാലും എവിടെയെങ്കിലും ISISൻ്റെ പ്രവർത്തകർ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഈ യുദ്ധമാണ് വളരെ സങ്കീർണമാണല്ലോ, ഇസ്രായേലും ഇതിലുള്ള യുദ്ധം. അതിന് അനുകൂലം നിൽക്കുന്നുണ്ടോ അവർ? അപ്പോൾ അതിനർത്ഥം ISIS രൂപീകരണം തന്നെ ഇസ്രായേൽ സൃഷ്ടി, അമേരിക്ക സൃഷ്ടിയാണ്. അതുപോലെ ഈ ഇന്നത്തെ ഗാസയെ നിയന്ത്രിക്കുന്ന ഹമാസ്, അത് ഒരു പക്ഷേ സത്യത്തിൻ്റെ മുഖം വികൃതമായതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എങ്കിലും അതിലും ഇസ്രായേലിൻ്റെ അല്ലേ എന്നൊക്കെ ആരെങ്കിലും സംശയിച്ചു പോയി തെറ്റില്ല. കാരണം ഇത്ര അതിസങ്കീർണമായ സന്നാഹമുള്ള ഇസ്രായേലിലേക്ക് കേവലം ഈ പൊട്ടാസായിട്ട് ഗാസയിൽ നിന്ന് കുറേ അവരുടെ ഭാഷ പറഞ്ഞ തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ കടന്ന് ഇത്രയും സന്നാഹമായ ഒരു ആക്രമണം അല്ലെങ്കിൽ നശീകരണ പ്രവർത്തനം ഇസ്രായേലിനകത്ത് നടത്തണമെങ്കിൽ ഒന്നുകിൽ ഇസ്രായേൽ ബോധപൂർവം അതിൻ്റെ സൗകര്യം ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് പിഴവറ്റി, രണ്ടായാലും അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്ഥലത്ത് നിന്ന് പരമാവധി ജനങ്ങളെ മാറ്റി അത് കൊന്നാലും വളരെ മാറ്റി അവിടെ നിന്ന് ഒഴിവാക്കി 60% കയ്യേറിയതാണ് വീണ്ടും ഗസയിൽ. എന്നിട്ട് അവിടെ നിന്ന് ഒരു വലിയ തോട്, സൂയസ് കനാൽ പോലെ അതേക്കാൾ പ്രബലമായ തോടുണ്ടാക്കി കോടിക്കണക്കിനോട് വരുമാനം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന വലിയൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയാണ് എന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യം പുറത്ത് കേൾക്കുന്നത്. അത് വലിയ പ്രചരണമില്ല. കാരണം ഇസ്രായേലിനെതിരെയുള്ള കാര്യം ആരും പ്രചരിക്കാൻ സാധാരണഗതി ചെയ്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇറാനും ഇസ്രായേലിനും വലിയൊരു അടിയൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം അതിന് സാഹചര്യമല്ല. തന്നെയുമല്ല, ഇറാനിലെ ആ ഹിസ്ബുള്ളയുടെ നേതാവിനെ കൊലപ്പെടുത്തിയപ്പോൾ ഇറാനൊരു ഭയമുണ്ടെന്ന് മോഹൻദാസ് പറയുന്നു. അത് വേറെ ആളും പറഞ്ഞു. ഇതാളും ആയത്തുൽ ഖമേനിക്ക് ഭയമുണ്ട്, ജീവൻ ഭയമില്ലാത്ത ആരല്ലേ അത്. അപ്പം അങ്ങനെയൊക്കെ വച്ച് നോക്കുമ്പോൾ വലിയ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു വഴി. മറ്റൊന്ന്, സൗദി അറേബ്യ മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ ഷിഹാക്കളല്ലാത്ത രാജ്യങ്ങൾ, സുന്നികളെ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ അധികം, അവർക്കൊന്നും യഥാർത്ഥത്തിൽ ഈ ഷിഹ ഇങ്ങനെ പൊങ്ങി വരുന്നതിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഈ അറബി ഒട്ടകത്തെ ടെൻറ്റിൽ കിടത്തി അവസാനം അറബി പുറത്തും ഒട്ടകം അകത്തുമായതുപോലെ അങ്ങനെ ഇറാനെ കയറൂരി വിടാനുള്ളൊരു
സാഹചര്യം മാനസികമായി നോക്കുകയില്ല, മനഃശാസ്ത്രം നോക്കിയില്ല. അപ്പം അതുകൊണ്ടൊക്കെ ആലോചിച്ച് നോക്കും, വല്ല പൊട്ടാസോ ലബനോണിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടാസം ഇടും, മിസൈൽ ഇടുന്നതല്ലാതെ വലിയൊരു യുദ്ധത്തിൽ പോകാൻ സാധ്യതയില്ല. അതാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും ജനങ്ങൾക്ക് നന്നാകാനോ രാജ്യത്ത് നന്നാകാനോ അല്ല. പ്രകൃതി ദുരന്തമില്ല, അത് നമ്മളുണ്ടാക്കുന്നതാണ്. പ്രകൃതി അല്ല ദുരന്തം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും പിടിച്ചേക്കാണ്. അങ്ങനെ പ്രകൃതി ഇങ്ങനെ ഒരു വസ്തു ലോകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭൂമി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തു കൂടി ഇങ്ങനൊരു സന്നാഹം കൂടി വരുമ്പോൾ എല്ലാം കൊണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഗ്രൂപ്പ് എഴുതിയ പുസ്തകമാണ് ഭൂമിയില്ലാത്ത പ്രപഞ്ചം, എർത്ത്ലെസ് യൂണിവേഴ്സ്. അത് ഏതാണ്ട് ശരിയായി വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ എല്ലാ മനഃശാസ്ത്ര വിദഗ്ധരും ഫിലോസഫിസ്റ്റുകളും ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ബോധവാനായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.